ഹായ് ഓൾ, വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ സെമസ്റ്റർ 6 റിയൽ അനാലിസിസിൻ്റെ ഓരോ മൊഡ്യൂൾ വൈസ്, ഓരോ സെക്ഷൻ വൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോട്ട് ഫുള്ള് കാണിച്ച് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആയിരിക്കും ചിലപ്പോൾ വീഡിയോ. എനിവേ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന നോട്ട്സിൻ്റെ ഫുൾ പി ഡി എഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. പെയ്ഡ് നോട്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിന് 500 രൂപയാണ് വരുന്നത്. റിയൽ അനാലിസിസ് മാത്രമാണെങ്കിൽ 500 രൂപയാണ് വരുന്നത്. അതല്ല, നിങ്ങൾക്ക് 5 പേപ്പറിൻ്റെ നോട്ട് വേണമെങ്കിൽ 4 പേപ്പറിൻ്റെ പൈസ തന്നാൽ മതിയാവും. അതായത് 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് 5 പേപ്പറിൻ്റെയും PDF നോട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ റിയൽ അനാലിസിസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് ജസ്റ്റ് ഒരു തിയറമാണ്. ആ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറയുമ്പോൾ ആ തിയറവും റിമാർക്കും ഒക്കെ ഒഴിവാക്കുവാണ്. നെക്സ്റ്റ്, സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന തിയറം 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് വലിയൊരു തിയറമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റിയൽ അനാലിസിസിൻ്റെ ക്ലാസ്സും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് 10 മണിക്കൂർ കൊണ്ട് ഫുൾ സിലബസ് കവർ ചെയ്യാൻ പറ്റുന്നതിൽ ക്ലാസ് അവൈലബിൾ ആണ് 1500 രൂപയ്ക്ക്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതും എല്ലാ പേപ്പറിനും അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ്, സീക്വൻഷ്യൽ ക്രൈറ്റീരിയനും ഡിസ്കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിസ്കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ നിങ്ങളുടെ തിയറം നിങ്ങൾ പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിസ്കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയനോട് എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഈ ഒരു സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എക്സാമ്പിൾസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മൊഡ്യൂൾ ഏത് സെക്ഷൻ എടുത്താലും അതിനകത്തുള്ള എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, അതേപോലെ തന്നെ എന്താണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി, ഡിസ്കണ്ടിന്യൂറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ഒക്കെ ഈ ഒരു സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, കോമ്പിനേഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്നത് ഈ പറയുന്ന അഡിഷനും ഡിഫറൻസും FG BF ഇതൊക്കെ കണ്ടിന്യൂസ് ആണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ F/G കണ്ടിന്യൂസ് ആണ്. ഇത് ഭയങ്കര എളുപ്പമുള്ള തിയറമാണ്. പക്ഷേ എല്ലാ വർഷവും ഈ സിലബസ് മാറുന്നതിന് മുൻപ് ശേഷമൊക്കെ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അവരുടെ സമ്മ് കണ്ടിന്യൂസ് ആണെന്നൊക്കെ പറയുന്നത് ഭയങ്കര എളുപ്പവുമാണ്, ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്. അതുകൊണ്ട് അതെന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുക. അത് ഭയങ്കര ചെറിയ ഒരു തിയറമാണ്. 2 മാർക്കിനൊക്കെ അത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു തിയറമാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ്, ഈ ഒരു തിയറവും നല്ലത് തന്നെയാണ്. ഇത് സെയിം തിയറമാണ് കേട്ടോ. ഇതിപ്പോൾ മാറ്റേണ്ട കാര്യമില്ല. ഇതൊരു പോയിന്റിലെ കണ്ടിന്യൂറ്റി, ഇതൊരു സെറ്റിലെ കണ്ടിന്യൂറ്റി. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക, രണ്ടും സെയിം തന്നെയാണ്. നിങ്ങൾക്ക് അത് രണ്ടും ഒരേപോലെ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ്, എക്സാമ്പിൾസ് ഉണ്ട്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ്. എക്സാമ്പിൾസ് എല്ലാം നോക്കി വെച്ചേക്കുക. എക്സാമ്പിൾസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു എക്സാം രീതി അനുസരിച്ച് എക്സാമ്പിൾസ് ഒന്നും ഞാൻ ഒഴിവാക്കത്തില്ല. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന F കണ്ടിന്യൂസ് ആണെങ്കിൽ മോഡ് F കണ്ടിന്യൂസ് ആണെന്ന് പറയുന്ന തിയറവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എക്സാമ്പിൾ. ഓരോ തിയറം കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സാമ്പിൾസിൽ തിയറം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ എക്സാമ്പിൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതുവഴി വന്ന തിയറവും എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ മോഡ് F അതേപോലെ തന്നെ വരുന്ന വേറൊരു സാധനമാണ് F കണ്ടിന്യൂസ് ആണെങ്കിൽ റൂട്ട് F കണ്ടിന്യൂസ് ആയിരിക്കും. ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. റൂട്ട് F അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ആര്? കോമ്പോസിഷൻ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനും കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ഈ PDF-നകത്ത് എക്സസൈസ് ക്വസ്റ്റ്യൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വരുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസും ഒക്കെ വേണമെങ്കിൽ ഈ PDF നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സോ നെക്സ്റ്റ്, ഈ ഒരു സെക്ഷനിൽ എല്ലാ തിയറവും ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫസ്റ്റ് തിയറം, കോമ്പോസിഷൻ്റെ തിയറം ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം മാറി മാറി ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ്, കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ ഇൻ്റർവെൽസ് എന്ന് പറയുന്ന ഒരു സെറ്റിനകത്ത് ബൗണ്ടഡിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ 1 മാർക്കിന് ചോദിക്കാൻ പറ്റും. ബൗണ്ടഡ്നെസ് തിയറം ഞാൻ എപ്പോഴൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ടോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാറുണ്ടോ അപ്പോഴെല്ലാം ഞാൻ പറയാറുള്ള കാര്യമാണ്. പേരുള്ള തിയറംസ് പൊതുവേ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബൗണ്ടഡ്നെസ് തിയറം ഒരു പേരുള്ള തിയറമാണ്. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബൗണ്ടഡ്നെസ് തിയറം എന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്റ്റേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യേണ്ടി വരും. 4 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളത് പഠിക്കുക. അപ്പോൾ ബൗണ്ടഡ്നെസ് തിയറത്തിൻ്റെ കൗണ്ടർ എക്സാമ്പിൾസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു എക്സാമ്പിളെങ്കിലും പഠിച്ചു വയ്ക്കുക. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കുഴപ്പമില്ല. നെക്സ്റ്റ്, അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം. ആ ഡെഫിനിഷൻസൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ വേണമെങ്കിൽ ചോദിക്കാമല്ലോ. 1 മാർക്കിന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാമല്ലോ. അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കുക. എഗെയിൻ, പേരുള്ള തിയറം എന്ന് മാത്രമല്ല ഇത് സിലബസിൽ എടുത്തു കൊടുത്തിരിക്കുന്ന തിയറമാണ്. ഇത്
ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ചോദ്യമാണ്. മാക്സിമം മിനിമം തിയറം എന്ന് പറയുന്നത് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് പോയേക്കുന്നുണ്ടോ, വലിയൊരു പ്രൂഫാണ്. അപ്പോൾ 4 മാർക്കിനോ അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ ഒരു പാർട്ടായിട്ടോ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന തിയറമാണ്. നെക്സ്റ്റ് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് അധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ ദയവ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും അത് ചോദിച്ചു എന്നൊന്നും ആരും പറയരുത്. എൻ്റെ ഒരു തോന്നലിൽ ഞാൻ പറയുന്ന തിയറംസ് ആണ്. ഇപ്പോൾ മാക്സിമം മിനിമം തിയറമാണ് ഈ സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം ചോദിക്കാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. എനിവേ വലിയൊരു തിയറമാണ്. ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 15 മാർക്കിൻ്റെ എസ് എ പാർട്ടിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഒഴിവാക്കണ്ട. 15 മാർക്സിൻ്റെ എസ് എ പാർട്ടിൽ ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം എന്നുള്ള പേര് കണ്ടപ്പോഴാണ് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ചത്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തന്നിട്ട് ചോദിക്കാനാണ് ചാൻസ്. ഓക്കെ, പേര് ചിലപ്പോൾ തന്നിട്ട് ചോദിക്കാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചാൻസ് ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. സോറി, ഞാൻ ആദ്യം കണ്ടപ്പം വേറൊരു തിയറം ആണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ തിയറം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 15 മാർക്കിൻ്റെ എസ്സേയുടെ ഒരു പാർട്ടായിട്ട് ചോദിക്കാൻ പറ്റുന്ന തിയറം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചോളണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. എടാ മക്കളെ, ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ടൊക്കെ ചിലപ്പോൾ ചോദിച്ച് കളയും. സോ പഠിക്കുക. കൊറോളറി അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു തിയറവും അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഉള്ളൊരു വീഡിയോ ചെയ്തിട്ട് എല്ലാ തിയറവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. സോ കുറച്ചൊക്കെ എന്തായാലും ഒഴിവാക്കേണ്ടി വരും. ഇപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലിസ്റ്റിൽ ഞാൻ ഈ തിയറം എന്തായാലും ഉൾപ്പെടുത്തുന്നില്ല. നെക്സ്റ്റ് യൂണിഫോം കണ്ടിന്യൂറ്റി ആണ്. യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ 1 മാർക്കിൽ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ യൂണിഫോം കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 2 മാർക്കിന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 2 ഒരെണ്ണം കാര്യമായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നോൺ യൂണിഫോം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞൊരു തിയറം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും ഇക്വലൻസ് ആയിട്ട് ചോദിക്കാം. പക്ഷേ ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇത് പല ഡെഫിനിഷൻസ് ആണ്. വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാം. സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാം. ഇനി ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനും 1 മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഈ ഒരു തിയറവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറമാണ്. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് കോശി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് കോശി ആണെന്ന് പറയുന്നുണ്ട്. ചോദിക്കാൻ കൊള്ളാവുന്ന തിയറമാണ്. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം തന്നെയാണ്. അതൊരു വലിയ തിയറമാണ്. നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതേണ്ടതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ നോട്ട്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുവാണ്. നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് പറയാം, വീഡിയോയുടെ ലെങ്ത് കൂടിയതുകൊണ്ട്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, താങ്ക്